ഹലോ. അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ്സ് ഇതാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ താരം കൂണാണ്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി തിരിച്ച് ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴാണ് അമ്മയും നാത്തൂനും പറയുന്നത് ഇവിടെ താഴെ ഒരു സ്ഥലത്ത് കൂണുണ്ടായിട്ടുണ്ട്, അത് വിരിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് പോയി പറിക്കാമെന്ന് കേട്ടോ. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയി. ഇതെന്തോ ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്ന പോലെ കേട്ടോ. ഇത് ഇന്നലെ മുട്ടിട്ടതാണെങ്കിലും ഇന്നാണ് ശരിയായ പാകമായത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി പറിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഒരു കൂണ് കണ്ട ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് നാത്തൂന് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. ഈ ഒരു കൂണിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഇതിന് അരിക്കൂണെന്നാണ് ഞങ്ങൾ പറയാറ്. അപ്പോൾ ഈ ഒരു കൂണാണെങ്കിൽ അധികവും നമ്മളെ ഒരു ഗ്രാമത്തിൽ, അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണല്ലേ ഇതൊക്കെ. അപ്പം ഞാൻ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള കുറേ ഫ്രണ്ട്സ് പല സ്ഥലത്തു നിന്നുമാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പല ആളുകളും കൂണ് കണ്ടിട്ടില്ല എന്നൊക്കെ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ കൂണ് അങ്ങനെ അധികം കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ പണ്ടത്തെ പോലെയൊന്നും അങ്ങനെ കിട്ടലില്ല. അപ്പം ഞങ്ങളാണെങ്കിൽ ഞാനും അവളും കൂടെ അതിങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലാണെങ്കിൽ അടിയിൽ മണ്ണുണ്ടാവും, അപ്പോൾ അത് കുറച്ച് പണിയാണ്. അപ്പോൾ ഒരു ചേച്ചി കത്രികയും കൊണ്ട് അപ്പം തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയിട്ട് സാവധാനം മുറിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരുവിധം കൂണൊക്കെ പറിച്ചെടുത്ത്, സാധാരണ ഇങ്ങനെ അരിക്കൂൺ ഉണ്ടാകുമ്പോഴേ നിറയെ ഉണ്ടാവും കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പം കിണറിൻ്റെ ഉള്ളിൽ തൊട്ട് പറമ്പിൻ്റെ അങ്ങേ മുകളിൽ വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല, ചെറിയൊരു ഭാഗത്താണ് ഉണ്ടായത്, എന്നാലും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഇന്നലെയാണെങ്കിൽ കൂണിൻ്റെ ഇടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് കുമ്മിലിടി. ഇവിടെ കൂണ് കുമ്മിൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ഇവിടെ അടുത്ത് ഉള്ള ബേക്കിലുള്ള പറമ്പിൽ ചിലപ്പോൾ കൂണുണ്ടാവും എന്നൊക്കെ. അപ്പം എനിക്ക് കറക്റ്റ് എവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്നാൽ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും പണ്ട് ഇപ്പം പോയി നോക്കായിരുന്നേ. അപ്പോൾ അച്ഛൻ പറയും കൂണ് ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിക്കരുത്, സംസാരിച്ച് കഴിഞ്ഞാൽ അത് താന്നു പോകുന്നൊക്കെ കേട്ടോ. അതൊക്കെ വെറുതെയാണ്, എന്നാലും ഒരു രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല കേട്ടോ. വലിയ കൂണൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഞാനിപ്പോൾ വന്നത് വെറുതെ ആയില്ല കേട്ടോ. എനിക്ക് ഒരെണ്ണം കിട്ടി. അത് കിട്ടിയപ്പോൾ ഉണ്ടായൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിങ്ങനെ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണല്ലേ ഈ ഒരു കൂണ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അപ്പോൾ ഇത് കുറേ വീഡിയോയിൽ ഇതിൻ്റെ ചെറിയ കൂണ് കുറേ ആയിട്ടുണ്ടായത് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടൊന്ന് കാണണം, പറിക്കണം എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ലേ, ഞങ്ങളുടെ പ്രദേശത്തൊന്നും അങ്ങനെ ഉണ്ടാവാറേ ഇല്ല. പിന്നെ ഇതുപോലത്തെ വലിയ കൂണ് ഒറ്റപ്പെട്ട് രണ്ടോ മൂന്നോ ഉണ്ടാവുന്നല്ലാണ്ട് ഒരുപാട് അരിക്കൂണ് പോലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം ഭയങ്കരമാണ്. അപ്പം ഞാനാണെങ്കിൽ അത് പറിച്ചപ്പം ഒന്നും കൂടെ വേണമെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ആവേശം തോന്നി എനിക്ക്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ വെറുതെ ആയില്ല, 2 കൂണ് കിട്ടി. ഇത് കിട്ടിയപ്പോഴുള്ള എൻ്റെ സന്തോഷം എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ പാടും മറ്റേതും നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഇത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. മഞ്ഞൾ വെള്ളത്തിൽ നല്ലോണം ഇട്ട് വെക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഷ്റൂം ഇല്ലേ, അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ പറിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ ഇത് വേഗം റെഡിയാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മറ്റേ കൂടെ റെഡിയാക്കാൻ വിചാരിച്ചു. അത് നേരത്തെ എങ്ങാനും കൊണ്ടുവന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും ഒക്കെ നന്നായിട്ട് തോല് പൊളിച്ചതിന് ശേഷം ചെറിയുള്ളിയും വെളുത്തുള്ളിയും വലിയുള്ളിയൊക്കെ എടുത്തു. എന്നിട്ട് വേണം അധികം മസാലേൻ്റെ ആർഭാടമൊന്നും ഇല്ലാണ്ട് ആ കൂണ് സെറ്റാക്കി എടുത്തു. പിന്നെ ഇത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ വലിയ കൂണ് തോലൊക്കെ പൊളിച്ച്, പിന്നെ അതിൽ ഞാൻ കുറച്ച് രണ്ടും കൂടെ ഫ്രൈ ആക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പം ഞാൻ ഇത് കുറച്ച് ഉപ്പേരി പോലെ വെച്ചു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് എല്ലാ കൂണും ഒക്കെ കൂട്ടി, ഇന്ന് കൂൺ മേളയായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ കൂണുണ്ടാകുമ്പോൾ വേറെ ഒരു കറിയും കൂട്ടുന്ന ഇഷ്ടമല്ലേ. അങ്ങനെ കൂണൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചേ.